ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരത്തെ വീഡിയോ മാത്രമേ പിടിച്ചിട്ടുള്ളൂ കേട്ടോ. രാവിലെ എഡിറ്റിംഗ് ഒക്കെ ആകാനും കുറച്ചധികം നേരം വൈകി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ കൊള്ളി മെഴുക്ക് പറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എന്തായാലും വേറെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടെ എന്താ പറയുക, ഇവിടെ അടുത്ത് കൊള്ളി ആ പാടത്ത് ഞാൻ പോകുമ്പോൾ കാണിക്കാറൊക്കെ ഇല്ലേ, അവിടെ കൊള്ളി നിൽക്കുന്നത് പറിച്ചിട്ടുണ്ട്, അവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇനി വീണ്ടും എന്തായാലും അതൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണിക്കാം വേറെ റെസിപ്പികളൊക്കെ. അപ്പോൾ ഞാൻ പോരുന്ന വഴിക്ക് മീനൊന്നും വാങ്ങിക്കില്ല എന്ന് വിചാരിച്ചിങ്ങനെ നടന്നു വരുമ്പോൾ മീൻകാരൻ ഒന്ന് വിളിക്കും. അപ്പം ഞാൻ പോയി നോക്കുമ്പോൾ ചാളയായാലും എനിക്കിപ്പം മടുത്തു കേട്ടോ. അയില വല്ലാണ്ട് മടുത്തു. അയില എന്നും വാങ്ങിച്ച് ഇഷ്ടമില്ലാണ്ടായി കേട്ടോ. അപ്പോൾ അത് തന്നെ അയില വേണ്ട. പക്ഷെ കൂന്തൽ കണ്ടപ്പോൾ പിന്നെ വിട്ട് കളയാൻ തോന്നിയില്ല. അപ്പോൾ ഒരു 1/2 കിലോ കൂന്തൽ മാത്രം വാങ്ങിച്ചു. ഇന്ന് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചൊരു ദിവസമായിരുന്നു, പക്ഷെ ഒന്നും സാധിച്ചില്ല കേട്ടോ. അപ്പോൾ അതാ റെസ്റ്റ് എടുക്കാണ്ട് ലാസ്റ്റ് എന്താവാമോ അല്ലേ. അങ്ങനെ എന്താ കൂന്തളിനെ ഒന്ന് ക്ലീൻ ചെയ്യണതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, എന്നാൽ അറിയാത്തവരും ഉണ്ടല്ലോ. അപ്പോൾ തൊലി പൊളിച്ച് കളയാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. വെറുതെ ഒന്ന് നമ്മൾ നഖം കൊണ്ട് കോറിയാലും മതി, അതിൻ്റെ തോല് കൊണ്ട് പൊളിഞ്ഞു പോരും. പിന്നെയുള്ളത് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആ ഒരു എന്താ പറയുക, വാല് പോലെയുള്ള ഒരു ഭാഗമില്ലേ, നക്ഷത്രം പോലെ കിടക്കുന്ന ഭാഗം, അതിങ്ങോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മഷിക്കുപ്പി പോന്നു. പിന്നെ അത് ആ പേനയാണ് അടുത്തത്. പേന നമ്മൾ എന്തായാലും അതെടുത്ത് മാറ്റി കളയണം, അത് നല്ലതല്ലല്ലോ. എന്നിട്ട് അത് മാറ്റി വെച്ചു. ഇനി നമ്മുടെ മഷിക്കുപ്പീനെ ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്താണ് മഷിക്കുപ്പി വരിക കേട്ടോ. അപ്പോൾ അതങ്ങനെ തന്നെ മുറിച്ച് വേഗം അങ്ങോട്ട് കളയുക, അല്ലെങ്കിൽ ആകെ ഇനി അങ്ങോട്ട് മഷിയാവും. പിന്നെ അതാ ഇങ്ങനെ ഇതിൻ്റെ ഈ ചുണ്ടനില്ല, വായര ഭാഗം എന്നൊക്കെ പറയാം, അത് വിടർത്തിയിട്ട് ഈ ഒരു കല്ലെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം കൂടി ഉപയോഗിക്കാം കേട്ടോ. അതങ്ങോട്ട് കളയണം. പിന്നെ ഈ ഭാഗം നമുക്ക് അവിടെ നിന്നും തൊലി പൊളിച്ചൊക്കെ കളഞ്ഞ് പറ്റാവുന്നത്ര ക്ലീൻ ആക്കിങ്ങാട്ട് നമുക്ക് എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അതുമൊത്തം മുഴുവൻ അങ്ങോട്ട് പോയിന്ന് വരില്ല, എന്നാലും അത്യാവശ്യമൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഭാഗം കളയൊന്നും വേണ്ട കൂട്ടുകാർ. ആ നീളത്തിലുള്ള വാല് പോലുള്ളത് ഞാൻ കളയും കേട്ടോ, ഒന്ന് മുറിച്ച് കളയും. പിന്നെ ആ ചേട്ടൻ വന്നപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ ഓളിയിട്ട് കരയാണ്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റൊന്നും അത്ര അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ അവർക്ക്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ വേസ്റ്റ് ഞാൻ കൊടുത്തില്ല. അപ്പോൾ ബഹളം വെക്കുക കേട്ടോ. അപ്പോഴേക്കും ഞാൻ കുറച്ച് നേരം വന്നിട്ട് റെസ്റ്റ് എടുത്തിട്ടൊക്കെ ഈ പരിപാടിക്ക് പോയത്. അപ്പോൾ അമ്മയ്ക്ക് വെളുത്തുള്ളി നന്നാക്കാൻ കൊടുത്ത്, ചേട്ടന് സവോള ക്ലീനാക്കാൻ കൊടുത്തു. അങ്ങനെ വേഗം ഇങ്ങോട്ട് അടുപ്പത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് പിള്ളേർക്കും എല്ലാവർക്കും നല്ല വിശപ്പായി തുടങ്ങി. അപ്പോൾ പിന്നെ വേഗം തന്നെ പരിപാടി തുടങ്ങണ്ടേ. അങ്ങനെ ഇതായിരിക്കുമ്പോഴാണ് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കേട്ടോ. ഇത്തിരി കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് ഇടുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ആയാലും ഇത്തിരി മുന്നിട്ട് നിൽക്കുകയൊക്കെ വേണം കേട്ടോ. അതിലങ്ങനെ നെയ്യുണ്ട് അതിൻ്റെ ഉള്ളിൽ, പക്ഷെ നമ്മൾ ക്ലീനാക്കി കഴിയുമ്പോൾ ആ നെയ്യൊക്കെ പോവും. അങ്ങനെ ഇരിക്കുക. കറണ്ട് പോയിട്ടാ. പിന്നെ ടോർച്ചടിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. വല്ലാത്ത കഷ്ടമായി പോയില്ലേ. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇടാൻ പറ്റുമാവും. അതിലേക്ക് കാശ്മീരി മുളക് പൊടിയും നല്ല മുളക് പൊടിയും ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സവാള ഒന്ന് വഴറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വഴറ്റിയിട്ടുണ്ട്, വല്ലാണ്ടല്ല, ഒന്ന് വഴറ്റിയിട്ടുണ്ട്. 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂണൊക്കെ മതി മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല. ഇത്രയ്ക്കാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി വെളിച്ചെണ്ണ വേണ്ടി വരും. പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ ഒരു 1/4 അരയൊക്കെ ഇടാം. അപ്പം മുളക് പൊടിയുടെ അളവ് കുറയ്ക്കണം കേട്ടോ. ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പോരായ വീണ്ടും വെളിച്ചെണ്ണ വന്നു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒപ്പം തന്നെ കുറച്ച് നാളികേര കൊത്തും കൂടി ഇട്ടാൽ നല്ലതാണ്. അപ്പം ഞാനത് മറന്നുപോയി. അപ്പം ഞാൻ ആ നടുഭാഗം തരിഞ്ഞ് അവിടെ ഇത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ടാണ് നമ്മുടെ നാളികേര കൊത്ത് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഫ്രൈ ആയി നാളികേര കൊത്ത് ഇടുമ്പോഴാണ് കേട്ടോ ഇതിലേക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അങ്ങനെ ചീര പോലെയല്ലേ ഇത്. പിന്നെ അതിലേക്ക് ഒരു തക്കാളി കനം കുറച്ചരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ തക്കാളി ഉണ്ടല്ലോ, തക്കാളി അങ്ങോട്ട് ഉടഞ്ഞ് പോണ വരെ നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു, അധികമൊന്നും ഒഴിക്കേണ്ട, 1/4 ഗ്ലാസ്സൊക്കെ മതിയാവും. നമ്മുടെ ഈ കണവേറെ ഉള്ളിൽ നിന്ന് വെള്ളം എന്തായാലും ഇറങ്ങുമല്ലോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂത്ത് ഒക്കെ എല്ലാതും നന്നായിട്ടൊന്ന് മൂക്കണം കേട്ടോ, മുളക് പൊടിയൊക്കെ. അതിന് ശേഷം ഇത് വട്ടത്തിലരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഫ്രൈ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു ഗ്രേവി ടൈപ്പാണ് ഞാൻ കാണിച്ചേക്കുന്നത്. ഇതിൻ്റെ ഫ്രൈ ഉണ്ട്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി എപ്പോഴാണാവോ ഈ കണവേന കിട്ടുക. അപ്പോൾ അത് മിക്സ് ചെയ്ത് കേട്ടോ അവിടെ വെച്ചിട്ടുണ്ട് മൂടി. പിന്നെ ഞാൻ ഒക്കെ നിരത്തി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരുന്നത്. വെച്ചാൽ കറണ്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എന്തോ ഒരു പൂമ്പാറ്റി എന്തോ പറന്നു പോയില്ല. അപ്പം ഞാൻ വേഗം തന്നെ ആദ്യം തന്നെ അതൊന്ന് ഒതുക്കുകയാണ്. അപ്പോൾ ശ്രീകുട്ടൻ ടോർച്ചടിച്ച് തന്നെയുണ്ട്, മെഴുകുതിരി കത്തിക്കുന്നുണ്ട്.
എന്നാലും വെളിച്ചം പോരായിക്കില്ലേ, നമുക്ക് കറണ്ടുള്ള പോലെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നല്ല പാചകത്തിൻ്റെ ടൈമിലല്ലേ കറണ്ട് പോയതും. അങ്ങനെ എല്ലാതും എടുത്തുകൊണ്ട് വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ആ മീനിൻ്റെ വേസ്റ്റൊക്കെ ആ വേസ്റ്റ് എന്ന പാത്രത്തിലേക്ക് തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ചേട്ടൻ്റെ ഫ്രിഡ്ജിൽ എന്തിട്ടാണ് ഈ കറണ്ട് പോയ നേരത്ത് തപ്പണത്. അങ്ങനെ പാത്രങ്ങൾ കഴുകുകയാണ് കേട്ടോ ഞാൻ. പാത്രങ്ങൾ ഇനി കറണ്ട് വരാനായിട്ട് കാത്തു നിന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ടൈം പോവും. ഇന്ന് മോട്ടർ അടിക്കാത്ത കാരണം ഒരു ടെൻഷൻ ഉണ്ടായി കേട്ടോ പാത്രം കഴുകാനും. അപ്പോൾ അതാ ഈ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അത് ഈ ഒരു സമയമായപ്പോഴേക്കും കറണ്ട് വന്നു. പാത്രങ്ങൾ തേച്ചിട്ടിട്ടുള്ള പ്ലാസ്റ്റിക് പാത്രമൊക്കെ കഴുകി മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം പോയി മോട്ടർ അടിച്ചു വിട്ടാൽ ഞാൻ ഇന്നും കെടുക്കാൻ നേരത്തെ ഇങ്ങനെ മോട്ടർ അടിക്കുക. അപ്പോൾ ഇന്ന് അടിക്കാൻ പറ്റാണ്ടായി പിന്നെ ഇപ്പോൾ വരില്ലാവോ എന്നൊക്കെ ടെൻഷനായി. ഏകദേശം മോട്ടർ അടിക്കുന്ന സമയമല്ലേ, അപ്പോൾ വെള്ളം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും ടാങ്കിലും. 1000-ൻ്റെയാണ് നമ്മുടെ ടാങ്ക്. എന്നാലും ദിവസം ഒരു ടാങ്ക് അടിക്കേണ്ടി വരും കേട്ടോ. അച്ഛനൊക്കെ വയ്യാണ്ട് കിടക്കുമ്പോഴൊക്കെ 2-3 പ്രാവശ്യമൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗം കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ വേണ്ടി വരും. ഇപ്പോൾ നോർമലി തന്നെ ആ ഒരു ഫുൾ ടാങ്ക് നമുക്ക് വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരുവിധം വറ്റിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വറ്റണം. ആ ചാറ് ഇങ്ങനെ കുഴഞ്ഞിങ്ങോട്ട് കിട്ടണം കേട്ടോ. നല്ല ടേസ്റ്റ് ആവണം. പിന്നെ നമ്മുടെ കത്രിയും എല്ലാതും അതുമ്മയ്ക്ക് അങ്ങോട്ട് കൊളുത്തിയിടാണ്. ചോറ് പിന്നെ ഇപ്പോൾ അമ്മ തിളപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ വരുമ്പോഴേക്കും. അത് കാരണം അതൊരു എളുപ്പമാണ്. പിന്നെ ആ കൗണ്ടർ ടോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കൂന്തളുടെ വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ഈ കുറച്ചും കൂടി ഒന്ന് വറ്റണം. ഈ ഒരു പരുവത്തിൽ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വരണ വരെ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റാണ് ഇത്. ഒരു ഇത്തിരി ഗ്രേവി കിട്ടിയാൽ തന്നെ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ടാവും. ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്നും ചാളയിലാകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. പിറ്റേ ദിവസം പോന്നപ്പോൾ മാന്തളും പിന്നെ എന്തോ കരിമീൻ അങ്ങനെയൊക്കെ കാണിച്ചു കേട്ടോ. പക്ഷെ അന്ന് എനിക്ക് വയ്യാത്ത ദിവസമായിരുന്നു, പറ്റിയില്ല വാങ്ങിക്കാനായിട്ട്. ആ വിശേഷം എന്തായാലും അടുത്ത വ്ളോഗിൽ പറയാം. ആദ്യത്തിന് അച്ഛമ്മ വർത്താനം പറയണം കേട്ടോ. അപ്പോൾ അച്ഛമ്മ അമ്മായിരോടേക്ക് നാത്തൂൻ്റെ ഓടിക്ക് പോവുകയാണ് 2 ദിവസത്തേക്ക്. ഡോക്ടറൊക്കെ കാണണം. അപ്പോൾ ഞങ്ങളൊക്കെ ജോലിക്ക് പോവല്ലേ, അത് കാരണം കൊണ്ട്. പിന്നെ നാത്തൂന് ഓട്ടോറിക്ഷയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു എളുപ്പമല്ലേ. അപ്പോൾ നാത്തൂനോടേക്ക് 2 ദിവസത്തിന് പോകാമെന്നൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയുന്നത് കേട്ടോ അമ്മ ഇരുന്നിട്ട്. അപ്പോൾ ആദ്യത്തെ എന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ചേട്ടനെ പിന്നെ അറിയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഓരോരുത്തർക്കും ഫുഡ് വിളമ്പി കൊടുത്തു. ഓരോരുത്തർ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ അവനാനെടുത്താൽ കൂടി പോകാവോ കുറഞ്ഞു പോകാവോ എന്ന് ഒരു ടെൻഷനാന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറയും ആവശ്യത്തിനെടുത്തോ അവനാൻ്റെ ആവശ്യത്തിനെടുത്തോ എന്ന് പറഞ്ഞാലും അവർക്കൊരു ടെൻഷനാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെ വിളമ്പി കൊടുക്കും കേട്ടോ. എന്തായാലും നമ്മൾ അത് കൂടുതലുണ്ടാവും, കറക്റ്റൊന്നും എന്തായാലും നമ്മൾ വയ്ക്കില്ലല്ലോ. പക്ഷേ ആദ്യം കാണുമ്പോഴുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കാം കുറേ വേണമെന്ന് തോന്നും. പക്ഷെ കഴിച്ച് വരുമ്പോൾ വലിയ കഴിക്കലൊന്നും ആരും കഴിക്കില്ല എന്ന് എനിക്കറിയാം. പിന്നെ 1/2 കിലോ കൂന്തളെന്ന് പറയാൻ കറക്റ്റാണ് കേട്ടോ. അങ്ങനെ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. അമ്മയ്ക്കും അതോടുകൂടി തന്നെ വിളമ്പി കൊടുത്തു. അപ്പോൾ അമ്മ കോണിയുമ്പോൾ ഇരിക്കുന്നുണ്ട് കേട്ടോ വർത്താനം പറഞ്ഞിട്ട്. പക്ഷേ ചോറ് വിളമ്പി കിട്ടി കഴിഞ്ഞാൽ മുറിയിലേക്ക് പോകും. അതെന്ത് പ്രത്യേകതയാണെന്ന് എനിക്കറിയില്ല. വർത്താനം പറയാനും ഇതിനൊക്കെ ഇവിടെ വന്നിരിക്കും. പക്ഷേ ചോറ് വിളമ്പി കഴിഞ്ഞാൽ അപ്പം തന്നെ ആ റൂമിൽ പോയി ഇരുന്ന് ചോറുണ്ടാണ് കേട്ടോ ചെയ്യാം. നമ്മുടെ ടി വിയുടെ കംപ്ലൈൻറ്റ് തുള്ളിക്കളിക്കാണല്ലോ. അപ്പോൾ തുള്ളിക്കളിക്കുന്നത് ക്യാമറയിൽ കാണുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ടി വിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശരിക്കും ടി വി കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും മാറ്റാറൊക്കെ ആയിട്ടുണ്ട് ടി വി. നമ്മുടെ ആദ്യത്തിൻ്റെ പ്രായമാണ് നമ്മുടെ ടി വിക്ക്. അപ്പോൾ എന്തായാലും കടങ്ങളൊക്കെ വീടാണ്ടൊന്നും അത്ര വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. ഈ കടങ്ങൾ വീട്ടിൽ കഴിഞ്ഞാൽ കേട്ടോ സമാധാനമുള്ള ബാക്കി എന്ത് ചെയ്യാനും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇഷ്ടംപോലെ കടമുള്ളവർ എല്ലാ കാര്യങ്ങളും ലാവിഷായിട്ട് ചെയ്യണവരുണ്ട്. പക്ഷേ എനിക്ക് എന്താവോ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ. അപ്പോൾ അങ്ങനെ ചോറുണ്ണലൊക്കെ തുടങ്ങി. അങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞ് ഇരുന്നു കേട്ടോ. ചോറൂണ് കഴിഞ്ഞിട്ടും കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. നമ്മുടെ തുണികൾ ഇതുവരെ എടുത്തിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അമ്മേനെ ഒന്ന് കാണിക്കാൻ വെച്ചിട്ട് ക്യാമറ ഒന്ന് തിരിച്ചതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്.